Hello, my dear students. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് CBSE സ്റ്റുഡൻസിന് വേണ്ടിയുള്ള റൈറ്റിംഗ് പാർട്ടുമായിട്ടാണ്. കുറച്ച് കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എക്സാം ആണ്, അപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടീസ് റൈറ്റിംഗ് ആണ്. CBSE സിലബസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നോട്ടീസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോർമാറ്റ് തരാമെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കണ്ടൻറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഒരു കോമൺ ഫോർമാറ്റ് പറഞ്ഞുതരാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് നോട്ടീസ് മീറ്റിങ്ങിനെ പറ്റിയുണ്ട്, ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയുണ്ട്, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉണ്ട്, വാർണിംഗ് കൊടുക്കുന്നതിനെ പറ്റി നോട്ടീസ് എഴുതാൻ വരാറുണ്ട്, ടൂർസ് ക്യാമ്പസ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി നോട്ടീസ് വരാറുണ്ട്, ചേഞ്ച് ഓഫ് നെയിം അടക്കം നിങ്ങളുടെ ഫോർമാറ്റിലുണ്ട്. സോ എല്ലാത്തിനും തരിക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ബട്ട് കോമൺ ആയിട്ട് നോട്ടീസ് എന്താണ്, എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാനൊരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. So the question for my notice writing for you is, members of the Resident Welfare Association have decided to visit the senior residents of the society as a gesture of affection and sensitivity. Now draft a notice in 50 words inviting residents to volunteer for these visits. Mention relevant details. You are Ritika, or if you are a boy, you have to mention yourself as Rahul, Secretary of Resident Welfare Association, that is RWA. Now this is your question. So the first thing is that you have to write the address or the office for which you are writing the notice. So here you belong to a Resident Welfare Association, so you have to mention that name, which is that Resident Association. So I have given Brindavan Apartments Resident Welfare Association, Biyur, Thrissur. ഓക്കെ, ഇതാണ് ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ അസോസിയേഷൻ്റെ പേര്. അത് കഴിഞ്ഞ് ഒരു ലൈൻ വിട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ നോട്ടീസ് എഴുതണം. പിന്നെ ഒരു ലൈൻ വിട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ ലെഫ്റ്റ് അലൈനായിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഡേറ്റിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചോളൂ. ഫെബ്രുവരി ഇന്നത്തെ ഡേറ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്, 2024. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്തിനെ പറ്റിയാണ് ഇവിടെ എഴുതിയേക്കുന്നത്? സീനിയർ സിറ്റിസണിനെ പറ്റിയാണ്. അതായത് വി ആർ ഗോയിങ് ടു ഹാവ് എ മീറ്റിംഗ് വിത്ത് ദ സീനിയർ സിറ്റിസൺസ് ഹൂ റിസൈഡ് ഇൻ അവർ പർട്ടിക്കുലർ ഏരിയ. ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നമ്മുടെ കൂടെ റിസൈഡ് ചെയ്യുന്ന സീനിയർ സിറ്റിസൺസിനെ പറ്റി. സോ ആ ഒരു കണ്ടൻറ്റ് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതന്നെ നമ്മൾ മെയിൻ ടോപ്പിക്കായിട്ട് എഴുതി, സെർവിങ് സീനിയർ റെസിഡൻസ്. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് നമ്മളുടെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ആ പേരും നോട്ടീസും പിന്നെ നമ്മുടെ മെയിൻ നോട്ടീസിൻ്റെ ടോപ്പിക്കും എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബോൾഡും ആക്കാം, റൈറ്റ്? ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് നൗ ഹൗ ഡു യു റൈറ്റ് ദ കണ്ടൻറ്റ്? ഹാഫ് ഓഫ് ദി കണ്ടൻറ്റ് യു ക്യാൻ ടേക്ക് ഫ്രം ദ ക്വസ്റ്റ്യൻ itself. So what is it? As a gesture of affection and sensitivity, right? What are you going to do? The Resident Welfare Association has decided to visit senior citizens of the residents. That is there in the question itself. The same thing you can use here. As a gesture of affection and sensitivity, the RWA has decided to visit senior residents of the society to ensure that they are safe and well cared of, or well taken care of. Towards this endeavor, we request our young members to volunteer to make these visits. Naturally, we are going to visit the senior citizens, so you need to be young people so that you can interact with them and do necessary things for them. So അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും യങ് സിറ്റിസൻസിനെ ഈ ഒരു ഈവൻറ്റിലോട്ട്, ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ആ ഇൻട്രസ്റ്റഡ് ഉള്ള വോളണ്ടിയേഴ്സ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ലൈനിൽ പറയുക, വോളണ്ടിയേഴ്സ് മേ സബ്മിറ്റ് ദിയർ നെയിംസ് ആൻഡ് കൺവീനിയൻറ്റ് ഡേയ്സ് ഓഫ് വിസിറ്റ് ടു ദ സീനിയർ സിറ്റിസൺ. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ടൈം ടു ദി അണ്ടർസൈൻഡ്. ദെയർ ആഫ്റ്റർ എ പ്ലാൻ ആൻഡ് ഗ്രൂപ്പ്സ് ടു കണ്ടക്ട് ദ വിസിറ്റ് ക്യാൻ ബി ഡിസൈഡഡ്. സോ ഇതാണ് നോട്ടീസ്. ഇനി നിങ്ങളുടെ പേര് എന്താണോ തന്നിരിക്കുന്നത്, ഗേൾ ആണെങ്കിൽ ഗേൾസ് ഋതിക എന്നിടണം, ബോയ്സ് ആണെങ്കിൽ ബോയ്സ് രാഹുൽ എന്നിടണം. ആൻഡ് ദെൻ the designation and the Resident Welfare Association, that is the place where you're working, അതും ഇവിടെ മെൻഷൻ ചെയ്യണം. സോ ഇതാണ് നോർമൽ ഒരു നോട്ടീസിൻ്റെ ഫോർമാറ്റ്, റൈറ്റ്?
ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇത് സ്കൂള് സംബന്ധമായൊരു നോട്ടീസാണ്. യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ പ്രോഗ്രാം ഓൺ ദി ഒക്കേഷൻ ഓഫ് ദി വേൾഡ് ഡാൻസ് ഡേ wherein a renowned Bharatanatyam dancer, her name is Geeta Chandran, would be giving a lecture demonstration. So as the president of the cultural society of your school, draft a notice in about 50 words informing the students about the same. You are Rakshita or Rohit of MBN Public School. So which school? This is going to be the host school. So അവരുടെ പേര് ആദ്യം നമ്മൾ എഴുതി, അത് കഴിഞ്ഞ് ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ നോട്ടീസ് എന്നുള്ളത് എഴുതിയൊക്കെ സെൻട്രൽ അലൈൻഡ് ആണ് ഇത് രണ്ടും. ഡേറ്റ് എപ്പോഴും ലെഫ്റ്റ് അലൈൻഡ് ആണ്. ഒരു ലൈൻ വിട്ടിട്ട് ഡേറ്റ് എഴുതുക. ഞാനിതിപ്പോൾ നാളത്തെ ഡേറ്റാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ വേൾഡ് ഡാൻസ് ഡേ സെലിബ്രേഷൻ, അതാണ് നമ്മുടെ മെയിൻ തീം, വേൾഡ് ഡാൻസ് ഡേ, റൈറ്റ്? സോ അതിവിടെ എഴുതി. ഇനി ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നോട്ടീസിൻ്റെ കണ്ടൻറ്റിൽ ഉണ്ടാവണം. എന്തൊക്കെയാണ്? ഓൺ ദി ഒക്കേഷൻ ഓഫ് വേൾഡ് ഡാൻസ് ഡേ അവർ school is organizing a chit chat with the renowned Bharatanatyam dancer Geeta Chandran. Students now naturally ഇത് നമുക്ക് 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടൊന്നും ഇരുത്തിയിട്ട് കാര്യമില്ല. സോ ഇവിടെ നമ്മൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് students from classes 9 to 12 are eligible to attend the program. Interested students may register their names with their class teacher. For any further details, please contact the undersigned. ഇത് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് കുട്ടികൾക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ, അതായത് അവർക്ക് അത് അറ്റൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ പറയണം. ആ ഡേറ്റിൽ ഇനി ചില കുട്ടികൾക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഹാസ് ടു ബി മെൻഷൻ ഇൻ ദ നോട്ടീസ്. സോ ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ, just note down the date, the way the date has been written, the day is also mentioned, and then the date, and then the time and the venue where it is going to take place. And you are Rakshita, as per your question, you are Rakshita if you are a girl, and you are Rohit if you are a boy. And then you mentioned that you are in class 12, and already it is given that you are the president of the cultural society. So president, cultural society, both have been mentioned here. So here is the way that you write the notice for this particular question. I hope I am clear. Now let us move on to the letter writing. In letter writing you have two types of letters, letter to editor and application for a job, right? So letter to editor എപ്പോഴും ഇത് രണ്ടും ഇൻഫാക്ട് രണ്ട് ലെറ്റേഴ്സും ഫോർമൽ ലെറ്റേഴ്സ് ആണ്. I believe you know what is informal and formal. Formal is always official letters, serious letters that you write to people whom you don't know. Informal letters എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇൻഫോർമൽ ലെറ്റർ. സോ ലെറ്റർ ടു എഡിറ്ററും ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് ഇത് രണ്ടും നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് എഴുതുന്നത്. സോ ദേ ആർ കോൾഡ് ദി ഫോർമൽ ലെറ്റേഴ്സ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ എ സോഷ്യൽ വർക്കർ, യു ആർ അപ്സെറ്റ് as some reputed schools are admitting as many as 50 to 60 students in a section just to make extra money. This inappropriate teacher-student ratio adversely affects the academic standards. Write a letter to the editor, The Nation, Delhi, highlighting this unfair practice. You are Rahul or Rashmi, house number 21, Vikas Colony, Delhi. So the address is also given. The writer's address is also given. So you have to use this only for your exam. നിങ്ങളുടെ എക്സാമിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന അഡ്രസ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, വേറെ അഡ്രസ്സ് എടുത്ത് എഴുതരുത്. സോ അഡ്രസ്സ് 3 ലൈനിൽ എഴുതി. ഹൗസ് നമ്പർ 21 വികാസ് കോളനി ഡൽഹി, അതാണ് ഇവിടെ തന്നേക്കുന്നത്, അതിവിടെ എഴുതി. പിന്നത്തെ ഒരു ലൈൻ വിട്ടിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റ് എഴുതി. ഡേറ്റ് എഴുതുന്നതിൻ്റെ ഫോമാറ്റ് നോക്കിക്കോളൂ. ഫെബ്രുവരി ഫസ്റ്റ് മന്ത്, പിന്നെ ഡേറ്റ്, പിന്നെ ഇയർ. ദെൻ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവർക്ക്. ആക്ച്വലി ദിസ് ഇസ് ദ ലെറ്റർ ടു എഡിറ്റർ. സോ ദ എഡിറ്റർ, ദ നേഷൻ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറാണ്, ഡൽഹിയിലുള്ളതാണ്. ഇനിയും എഴുതുന്നത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റിനകത്ത് എന്താണ്? അൺഫെയർ സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ. അപ്പോൾ അത് മെൻഷൻ ചെയ്തു. ആൻഡ് ദെൻ ഡിയർ സർ. നൗ ഈ ഒരു ഫസ്റ്റ് ഇത്രയുള്ള ലൈൻ റൈറ്റ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തെപ്പോഴും വയ്ക്കാം. എന്താണത്? Through the esteemed columns of your newspaper, I would like to draw the kind attention of the relevant authorities towards. അവിടെ വരെ നമുക്കത് ബൈ ഹാർട്ട് ചെയ്തിട്ട് എഴുതാം. പിന്നെ എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. So here, as per the question, the inappropriate teacher-student ratio in some schools which are adversely affecting the academic standards of the student. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫാക്റ്റ്.
അത് നമ്മളവിടെ എഴുതി. Now you give the details. I am a social worker and mostly I have been observing that good schools are admitting as many as 60 to 70 students in the class just to mint money. But it is adversely affecting the academic standard of the students. Those who are ready to pay a huge donation amount are getting admitted irrespective of the students' poor academic record. This is bringing down the academic level of the students. It is natural that a teacher will find it difficult to give attention to each child in the class when the number is so high. Good academic and non-academic development should be given more importance, and for that the ideal ratios should be 1 teacher per 30 students. All students are below 17 years of age while at school, hence personal attention is important for them by the teachers. This can be done only through correct teacher-student ratio. So you have നിങ്ങളുടെ പ്രോബ്ലമും അതിൻ്റെ ഒരു സൊല്യൂഷനും ഒക്കെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. Okay, now the next sentence is, I shall deem it a great favor if you would publish the biggest concern in your newspaper. And yours sincerely, എഴുതുന്ന പേര് എന്താണ്? Capitalized ആയിട്ട്. It should be capital letter. The person who is sending the letter, his name should be capitalized. Okay, ഇനി നമുക്ക് രണ്ടാമത്തെ ഫോം നോക്കാം. അതായത് ആപ്ലിക്കേഷൻ, ഒരു ജോലിയുടെ ആപ്ലിക്കേഷനുള്ള റിപ്ലൈ ആയിട്ട് നമ്മൾ എങ്ങനെ ലെറ്റർ എഴുതും. Right. So write an application including a resume in 120 to 150 words for the post of receptionist advertised in a national newspaper. ഇത് ഏത് ന്യൂസ് പേപ്പർ നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരു നാഷണൽ ന്യൂസ് പേപ്പർ. ബൈ JKL Publishers, Peshwa Road, Pune. You are Kiran, house number 21, Vikas Colony, Pune, a graduate from Pune University and have done secretarial course from YMCA, Mumbai. കുറേ ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. അഡ്രസ്സ് കിട്ടി, എന്താണ് നമ്മളുടെ ഗ്രാജുവേഷൻ എവിടെ ചെയ്തേക്കുന്നതെന്ന്, സെക്രട്ടറിയൽ കോഴ്സ് എവിടെ ചെയ്തേക്കും ഒക്കെ അതിനകത്ത് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ലെറ്ററിൽ യൂട്ടിലൈസ് ചെയ്യണം. സോ നിങ്ങളുടെ അഡ്രസ്സ് തന്നിട്ടുണ്ട്, ആ അഡ്രസ്സ് നിങ്ങളിവിടെ യൂസ് ചെയ്തു. You will never write your name first, it is just the address. So house number 21, Vikas Colony, Pune. ആരാണോ കത്ത് എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. പേര് അവിടെ എഴുതാൻ പാടില്ല, അഡ്രസ്സ് മാത്രം. ഓക്കെ, നമ്മുടെ ഡേറ്റിൻ്റെ ഫോർമാറ്റ് മന്ത്, ഡേറ്റ്, ഇയർ. പിന്നെ ആർക്കാ എഴുതുന്നത്? ദ ഡിറക്ടർ, റൈറ്റ്? നീ ഏത് ന്യൂസ് പേപ്പറിലാണ് വന്നിരിക്കുന്നത് നമുക്കത് പിന്നെ കണ്ടൻറ്റിൽ എഴുതാം. ആരാണ് അഡ്വർടൈസ് ചെയ്തേക്കുന്നത്? JKL Publishers. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ അവരുടെ ഡയറക്ടറിന് വേണ്ടി ഡയറക്ടറിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. ദെൻ അവരുടെ അഡ്രസ്സ് എഴുതി JKL Publisher, Peshwa Road, Pune. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് അതേപോലെ എഴുതുക. സബ്ജക്റ്റ് എന്താ? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് റിസപ്ഷനിസ്റ്റ്. പിന്നെ സർ, ഇവിടെയാണ് നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം ശ്രദ്ധിച്ചെഴുതുന്നത്. ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു ദി അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു. ഒരു പേപ്പറിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇവിടെ ജസ്റ്റ് നാഷണൽ ന്യൂസ് പേപ്പറിനെ തന്നിട്ടുള്ളൂ, റൈറ്റ്? ദ ഹിന്ദു ഓൺ 15th February, ഏത് ഡേറ്റിലായിരുന്നു? 2024. എന്തിനു വേണ്ടിയായിരുന്നു? പോസ്റ്റ് ഓഫ് എ റിസപ്ഷനിസ്റ്റ്. ദെൻ യു സേ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഓഫർ യുവർ സെൽഫ് ആസ് എ കാൻഡിഡേറ്റ്. സോ ഐ വുഡ് ലൈക്ക് ടു ഓഫർ മൈ സെൽഫ് ആസ് എ കാൻഡിഡേറ്റ് ഫോർ ദ സെയിം. ദെൻ യു ഗിവ് യുവർ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ ആർട്സ് ഫ്രം Calicut University, Kerala. I have also done my PG diploma course in company secretary from YWCA, Mumbai. I am also well versed in shorthand and MS Office. Then my detailed biodata is attached herewith for your kind perusal. I request you to kindly consider my application. Anticipating a positive response, thanking you, yours truly, Kiran, or yours faithfully also you can write. Then you are enclosing your biodata. So biodata should be in a box. അപ്പോൾ അവിടെ എന്തൊക്കെ വേണം? നെയിം കംപ്ലീറ്റ്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ദെൻ അഡ്രസ് വിച്ച് ഈസ് ഓൾറെഡി ദെയർ ഓൺ ദ ടോപ്പ് ഓഫ് യുവർ ലെറ്റർ. ആ അഡ്രസ് ഇവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അപ്പോൾ ആ ക്വസ്റ്റ്യനിലുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചെയ്യണം. ദെൻ യുവർ ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ചെയ്യാം. ഇയർ മെൻഷൻ ചെയ്താൽ അത്രയും നല്ലത്. ദെൻ ഈ ലാംഗ്വേജസ് നോൺ ആൻഡ് ഹോബീസ്. ഇത്രയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർ ജോബ് എന്നുള്ളതിനകത്ത് എഴുതേണ്ട ലെറ്റർ ഫോർമാറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ടു ആർ ക്ലിയർ ടു യു. ഇനി നമുക്ക് ഇൻവിറ്റേഷൻ റൈറ്റിങ്ങിലോട്ട് വരാം. ഇൻവിറ്റേഷൻ റൈറ്റിംഗ് ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. ഇവിടെ ആദ്യം ചെയ്തേക്കുന്ന ഒരു മാരേജ് ഇൻവിറ്റേഷനാണ്. മാരേജ് ഇൻവിറ്റേഷന് ഇന്ന ഫോർമാറ്റ് ഒന്നുമില്ല. ഇപ്പോൾ പലതരം ഡിസൈനിങ്സിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു കോമൺ ആയിട്ടുള്ള ചെയ്തേക്കാം, അത് നോർമൽ വൺ ചെയ്തേക്കാണ്. സോ ആരുടെ ഇൻവിറ്റേഷനാണോ, ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്
അവരുടെയാണ് ആദ്യം നമ്മൾ അവരെയാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. സോ ഹിയർ മിസ്സിസ് ആൻഡ് മിസ്റ്റർ മോഹിത് നായർ റിക്വസ്റ്റ് ദി പ്ലഷർ ഓഫ് your presence on the occasion of the marriage of their daughter. Okay, Ashwati with Ashwin, and then you have to mention Ashwin's parents' name here. So son of Mrs. and Mr. Rahul Nair. Now when is the date? Date 26th of February 2024. Time 10 a.m. Place Hotel JR Palace, Northwest End, Kottayam. Now here RSVP means you have to give us an intimation whether you are coming or not, because accordingly they have to arrange things. And അത് അറിയിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ, അതായത് ഇത് മോഹിത് നായറിൻ്റെ അല്ലെങ്കിൽ മിസ്സിസ് നായരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തേക്കുന്നു. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ മിസ്റ്റർ മിസ്സിസ് മോഹിത് നായറിൻ്റെ എന്താണ് അഡ്രസ്സ് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് എ നോർമൽ ഫോർമൽ ഇൻവിറ്റേഷൻ, റൈറ്റ്? അതായത് എല്ലാവർക്കും വേണ്ടി ഫോർമലായിട്ട് നമ്മളൊരു ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നത്. ഇനി നമുക്കൊരു ഫ്രണ്ടിനെ നമുക്ക് സ്പെഷ്യലായിട്ട് വിളിക്കണം, റൈറ്റ്? സോ നമുക്കത് ഇൻഫോർമൽ വേയിൽ വിളിക്കാം. അതെങ്ങനെയാണ് ഇൻഫോർമൽ വേ? നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് ഓർമ്മയുണ്ടല്ലോ. ജസ്റ്റ് അഡ്രസ്സ് വെക്കും. ആരുടെ? എഴുതുന്ന ആളുടെ, അതായത് മോഹിത്തിൻ്റെ അഡ്രസ്സ് വെച്ചു. ഹൗസ് നമ്പർ 101 മെരീന റോഡ്, കോട്ടയം. പിന്നെ ഡേറ്റ് വെച്ചു February 15, 2024. ഒരു ഇൻഡൻറ്റ് കൊടുത്തിട്ട് വേണം ഇത് എഴുതാൻ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ആർക്കാണ്? ഡിയർ ഹരിദാസിന്. നിങ്ങളെന്താ ഇൻഫോർമൽ വേയിലാണ് എഴുതുന്നത്. യു വിൽ ബി ഗ്ലാഡ് ടു നോ ദാറ്റ് അശ്വതീസ് വെഡിങ് ഹാസ് ബീൻ ഫിക്സ്ഡ്. The big occasion will take place on the 26th of February 2024 at Hotel JR Palace, Northwest End, Kottayam. We look forward to your presence along with your family at the wedding. Rest when we meet. Yours affectionately, Neeta and Mohit. So this is the informal invitation to a specific person, right? I hope I'm clear about this. Okay, now we have also we are also asked at times to give the acceptance or declining for the invitation, right? That also we have the two forms, formal and informal. അപ്പം ഹരിദാസ് ഫോർമൽ ആയിട്ട് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ. അപ്പോൾ ആ ഹരിദാസിന് അവരയച്ച ആ ഇൻഫോർമൽ ഇൻവിറ്റേഷൻ കിട്ടി. അതിൻ്റെ മറുപടി എങ്ങനെയാണ് ഫോർമൽ വേയിൽ ഹരിദാസ് പറയുന്നത്. ജസ്റ്റ് ദ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. മിസ്റ്റർ ഹരിദാസ്, അതായത് ആൾ എഴുതുന്ന പോലെ തന്നെയാണ്, എന്ന് എഴുതാതെ സ്വന്തം പേര് വെച്ചിട്ട് മിസ്റ്റർ ഹരിദാസ് താങ്ക്സ് മിസ്സിസ് ആൻഡ് മിസ്റ്റർ നായർ. ഇതുകൊണ്ടാണ് ഇതിനെ ഫോർമൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ എഴുതുന്നുണ്ട്. For their kind invitation to their daughter Ashwati's marriage എന്നാണ് 26 February 10 മണിക്ക്, and has a great pleasure in accepting it and confirms his presence at the venue on the scheduled time. ഞാൻ തെറ്റിക്ക്, on the scheduled time, right? So ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫോർമൽ റിപ്ലൈ ഓർ ആക്സെപ്റ്റൻസ് ഓഫ് ദി ഇൻവിറ്റേഷൻ. ഇനി ഇൻഫോർമൽ ആയിട്ടും ഇത് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് എഴുതുന്നത്? ഇൻഫോർമൽ ലെറ്റർ ഫോമാറ്റ് വീണ്ടും ഓർക്കുക. ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്. സോ ഇവിടെ എഴുതുന്നത് ഹരിദാസ് ആണ്, റൈറ്റ്? സോ ഹരിദാസിൻ്റെ അഡ്രസ്സ് എഴുതി 20C 2nd floor ആനന്ദ് നഗർ, ഹരിയാന. ഡേറ്റ് എഴുതി നമ്മുടെ. എന്നിട്ട് ആർക്കാണ് മറുപടി കൊടുക്കുന്നത്? നീത ആൻഡ് മോഹിത്തിനാണ് മറുപടി കൊടുക്കുന്നത്. സോ ഡിയർ നീത ആൻഡ് മോഹിത്, I am really happy to know that Ashwati is getting married. I am in receipt of your invitation. I still remember the small little Ashwati running around and playing. Well, it is a big occasion indeed. I will be delighted to join the celebration and bless the couple. We will be there a day before. Yours, Haridas. Right? So, this is acceptance in informal way. Acceptance in informal way. So, this is acceptance. Formal way of acceptance and informal way of acceptance. ഇനി നമുക്ക് ഡിക്ലൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? സെയിം ഫോമാറ്റാണ്, ബട്ട് റീസൺ മാറ്റുന്നു എന്ന് മാത്രം. സോ ഫോർമലിൽ ഹരിദാസ് എങ്ങനെ എഴുതും ഡിക്ലൈൻ ചെയ്യുന്നത്? ഫസ്റ്റ് ലൈൻസ് കറക്റ്റ് അതേപോലെ തന്നെ ആയിരിക്കും. ടിൽ 10 AM, ദാറ്റ് ഈസ് താങ്ക്സ് ടു സോ ആൻഡ് സോ പേഴ്സൺ ഫോർ കൈൻഡ് ഇൻവിറ്റേഷൻ ആൻഡ് ഓൾ. ടിൽ the date is given 10 AM, but regrets his inability to attend the function due to ill health. He wishes Ashwati a very happy married life. This is the formal way, just the matter, right? ഇത് തന്നെ ഇൻഫോർമൽ വേയിൽ ഹരിദാസ് എങ്ങനെ എഴുതും? അഗെയിൻ ഹരിദാസിൻ്റെ അഡ്രസ്സ് എഴുതി, ഡേറ്റ് എഴുതി, പിന്നെ ഡിയർ നീത ആൻഡ് മോഹിത്
കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് ഇന്ന് എഴുതുന്നത്. ഐ എം റിയലി ഹാപ്പി ടു നോ ദാറ്റ് Ashwathi is getting married. I am in receipt of your invitation. I still remember the small little Ashwathi running around and playing. Well, it is a big occasion indeed. I would have loved to be with you to bless the couple, but due to my ill health, I am not able to travel. So I am not in a position to travel. So reason പറഞ്ഞു, I really feel bad about not being able to make it for this joyous occasion. Please accept my best wishes, love and blessings to Ashwathi, your Haridas. So this is the informal way of declining the invitation, right? മനസ്സിലായെന്ന് കരുതുന്നു. Okay, now these are the important ones that are asked. Now ഇവിടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വൺ പർട്ടിക്കുലർ ഫോമാറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ഇത് മാറ്റി മാറ്റി ക്രിയേറ്റീവായിട്ട് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഇന്ന ഫോമാറ്റ് എന്ന് പറഞ്ഞ് പഠിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഈ ഇൻവിറ്റേഷൻസ് ഒക്കെ വരുമ്പം പലതരം ഇൻവിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആളെ ജഡ്ജായിട്ട് വിളിക്കാനുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കും, ചിലപ്പം ഒരു ഫോമൽ ഇൻവിറ്റേഷൻ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കട ഓപ്പണിംഗ് ആണ്, അപ്പോൾ അതിനൊരു ഫോമൽ ഇൻവിറ്റേഷൻ നിങ്ങളുണ്ടാക്കും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും വ്യത്യസ്ത രീതിയിലാണ്. പക്ഷേ ഒരു കോമൺ ഫോമാറ്റ് എന്ന് പറഞ്ഞുതരാൻ എനിക്കുള്ളത് ഈ ഫോമൽ ആൻഡ് ഇൻഫോർമൽ വേയിൽ എഴുതുന്നതിനെ പറ്റി മാത്രമാണ്. ബാക്കി കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റുക. ഐ ഹോപ്പ് ദിസ് ഈസ് ഓഫ് ഹെൽപ്പ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ ഫോർ യുവർ എക്സാമിനേഷൻസ്. Do well, no need to panic. After all, it is not the end of the life. The life will still go on, but give your maximum. Don't take anything lightly. Give your maximum. Rest, God will look into. Right? So, all the best. I hope all of you will come out with flying colors in your examination. Thank you and bye-bye.